നമസ്കാരം. AR ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. റീസെൻ്റ്ലി ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ടൈറ്റിൽ കണ്ടായിരുന്നു. ആ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: സീരിയലുകൾക്ക് വിലക്കിട്ട് വനിതാ കമ്മീഷൻ. ആസ് എ സീരിയൽ പ്രേക്ഷക എന്ന നിലയ്ക്ക് ഞാൻ ആ ടൈറ്റിൽ കയറി നോക്കി. ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടൈറ്റിൽ കയറി നോക്കി. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, സീരിയലുകളുടെ എപ്പിസോഡ്സൊക്കെ ഇനി ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ സെൻസർ ബോർഡിനെ കൊടുത്ത് പരിശോധിപ്പിച്ച് എന്നിട്ട് മാത്രമേ നമുക്ക് ഇതുപോലെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പുനർസംപ്രേഷണമൊക്കെ അത്യാവശ്യം പാടില്ല. അതുപോലെ എപ്പിസോഡ്സുകളിലൊക്കെ ഭയങ്കര നിയന്ത്രണം, അങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ആ ചാനലിലെ ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. നമസ്കാരം. വളരെ പ്രതീക്ഷ തരുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. മലയാള ടെലിവിഷൻ സീരിയൽ കഥകൾ, എപ്പിസോഡുകൾ എന്നിവ സംപ്രേഷണം ചെയ്യും മുമ്പ് സെൻസർ ബോർഡിന്റെ പരിശോധന ആവശ്യമാണെന്ന് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഗാ പരമ്പരകൾ നിരോധിച്ച് എപ്പിസോഡുകൾ 20 മുതൽ 30 വരെയായി കുറയ്ക്കണം. ഒരു ദിവസം ഒരു ചാനലിൽ 2 സീരിയലുകൾ മതിയെന്നും പുനഃസംപ്രേഷണം അനുവദിക്കരുതെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട്. സീരിയലുകളുടെ സെൻസറിംഗ് നിലവിലെ സിനിമാ സെൻസർ ബോർഡിനെ ഏൽപ്പിക്കുകയോ പ്രത്യേക ബോർഡ് രൂപവൽക്കരിക്കുകയോ ചെയ്യണമെന്നും വനിതാ കമ്മീഷന്റെ പഠന റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. മലപ്പുറം, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിലെ 13 മുതൽ 19 വയസ്സ് വരെ പ്രായക്കാരായ 400 പേരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തിയാണ് കമ്മീഷൻ ഇതേക്കുറിച്ച് പഠിച്ചത്. പരമ്പരകളിൽ തെറ്റായ സന്ദേശമുണ്ടെന്ന് 43% പേരും കുറ്റപ്പെടുത്തി. സീരിയലുകളുടെ പ്രമേയത്തിൽ മാറ്റം വരുത്തണമെന്നാണ് 57% പേരും ആവശ്യപ്പെട്ടത്. അതുമാത്രമല്ല, ഈ ഒരു പഠനത്തിലൂടെ അസാൻമാർഗിക കഥാപാത്രങ്ങളെ കുട്ടികളടക്കം അനുകരിക്കുന്നതായും പഠനം കണ്ടെത്തിയിട്ടുണ്ട്. കഥാപാത്രമാകുന്ന സ്ത്രീകൾ മിക്കപ്പോഴും നെഗറ്റീവ് റോളിലാണ്. യാഥാർത്ഥ്യ ബോധമുള്ള കഥകളും കുറവാണ്. ഇത്തരത്തിലുള്ള സീരിയലുകൾ സംപ്രേഷണം ചെയ്യുന്നത് കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ എല്ലാ തരത്തിലും ബാധിക്കുന്നു. അപ്പൊ ഇതില് എനിക്ക് എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാണ്. ഇവർ പറഞ്ഞതിൽ മൊത്തം ശരിയൊന്നല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ സെൻസർ ബോർഡിൻ്റെ ഒരു ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ചില ആശയങ്ങൾ ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ ഫോഴ്സ്ഡ് മാരേജ് എന്ന് പറയുന്ന സംഭവമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. പല സീരിയൽസിലും ഇപ്പോൾ പറഞ്ഞ പോലെ ഹീറോയിനും ഹീറോയിനും തമ്മിൽ ആക്ച്വലി ഒരു ലോജിക്കലി വലിയൊരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പം എന്താ പറയുക, ഹീറോയിൻ്റെ ചേച്ചീനായിരിക്കും ഹീറോ കെട്ടാൻ വരുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, എന്താ പറയുക, ചിലപ്പോൾ കല്യാണ ദിവസമായിരിക്കും മറ്റേ ഹീറോയിൻ്റെ ചേച്ചി വല്ല ഒളിച്ചടി പോകുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ആ സമയത്ത് യാദർശികമായിട്ടായിരിക്കും നമ്മുടെ ഹീറോയിനെ കെട്ടേണ്ടി വരുന്നൊരവസ്ഥ. ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മിക്കവാറും സീരിയൽസ് ഇമിറ്റേറ്റ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ തന്നെയാണ്. ആക്ച്വലി ഇത് ഇല്ലീഗലാണ്, ഫോഴ്സ്ഡ് മാരേജ് എന്ന് പറയും. അതിനെ ഒരു ഗ്ലോറിഫിക്കേഷൻ എന്നുള്ള രീതിക്കാണ് പക്ഷേ പല സീരിയൽസിലും അത് കാണിക്കുന്നത്. സോ അത് ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഗാർഹിക പീഡനം. 2005 പുതിയ ആക്ടൊക്കെ വന്നറിയാലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ അമ്മായിയമ്മ മരുമകൾ അല്ലെങ്കിൽ പോട്ടെ ഭർത്താവ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഫോഴ്സ്ഡ് മാരേജിൽ ഈ ഹസ്ബൻഡാണെങ്കിൽ ഭയങ്കര വൈഫിനായിട്ട് മെൻ്റൽ ടോർച്ചർ ചെയ്യും, ഭയങ്കര മെൻ്റൽ ടോർച്ചർ ചെയ്യും. അമ്മായിയമ്മയാണെങ്കിൽ ഒടുക്കത്തെ മെൻ്റൽ ടോർച്ചറിങ്. ആക്ച്വലി അത് ഗ്ലോറിഫൈ ചെയ്യുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നായിക എന്ന് പറയുമ്പോൾ പണ്ടത്ത് എല്ലാവരും പറയുന്ന പോലെ സർവം സഹയാണ് സ്ത്രീവിനെ പറ്റിയില്ലേ, കണ്ണുനീർ തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, മറ്റേ സാഹിത്യത്തിലെ സ്ത്രീ എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ ആ ഒരു സാധനം തന്നെ കൂടുതൽ സീരിയൽസും ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഈ ഒരു സാധനം ഡൊമസ്റ്റിക് വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആശയങ്ങൾ ഒന്നാമത് സെൻസർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും വൈകല്യങ്ങളെ കളിയാക്കിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ സീരിയൽസിൽ ചില സമയത്തെങ്കിലും അറിയാതെങ്കിലും വന്നിട്ടുണ്ടാവും. പല സീരിയൽസിലും എന്താ പറയുക, കണ്ണുപൊട്ടി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിൻ്റെ ഭർത്താവ് വരെ നിനക്കൊരു ഭർത്താവിനെ കിട്ടുവാണെങ്കിൽ അത് കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു വൈകല്യത്തെ കളിയാക്കിയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇന്നലെ ഏറ്റവും റീസെൻ്റ്ലി ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേ സ്വർഗവാതിൽ പക്ഷി എന്ന് പറയുന്നൊരു സീരിയലിൽ ഇന്ന് എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ഒരു എപ്പിസോഡിൽ മറ്റേ ഒരു പോലീസുകാരൻ വരുന്ന ഒരു പോലീസുകാരനോടൊരു പരാതി ബോധിപ്പിക്കാൻ പോകുന്ന സമയത്ത് ആ പോലീസുകാരൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഇത് ഏത് വഴി കൂടെ പോകുന്ന ഏതൊരു പൊട്ടക്കണ്ണനും മനസ്സിലാവും എന്നുള്ള രീതിയിലൊക്കെ ഒരു മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരം പൊളിറ്റിക്കൽ എന്താ പറയണ്ടത്, അതായത് വൈകല്യത്തെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അത് വളരെ മോശപ്പെട്ടൊരു പരിപാടിയാണ്. കാരണം ഇതൊന്നും ഇത്തരം സംഭവങ്ങൾ നോർമലൈസ് ചെയ്യരുത്. അപ്പോൾ ഇതും സെൻസർ ബോർഡിനെ ഏൽപ്പിക്കണം. ഓക്കെ, ഇത് വരെ ശരിയാണ്. ഗൃഹനാഥന്മാരെ അനുകരിക്കാൻ ഭർത്താക്കന്മാരെ നിർബന്ധിക്കുന്നതുണ്ട്. ഒരുപാട് പുരുഷന്മാരും സീരിയലിന് അടിമയായിട്ടുള്ളവരുണ്ട്. വ്യക്തിപരമായി തന്നെ നമുക്കറിയാവുന്ന ആളുകളാണ്. വെളുപ്പിനെ 3 മണിക്കൊക്കെ ഇതിന്റെ പുനഃസംപ്രേഷണമൊക്കെ ഇരുന്ന് ഉറക്കമിളച്ച് കാണുന്ന പുരുഷന്മാരും നമ്മുടെ നാട്ടിലുണ്ട്.
സമൂഹം ഏതായാലും പല രീതിയിലും അധപ്പതിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ കലാകാരന്മാർ, പ്രത്യേകിച്ച് പുതിയ കലാസൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒന്ന് തങ്ങൾക്ക് സമൂഹത്തിന് സംഭാവന ചെയ്യാൻ പറ്റുമോ എന്നാണ് ചിന്തിക്കേണ്ടത്. ആ ഒരു സമയമൊക്കെ അങ്ങനെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ കൂടെ എന്തൊക്കെയാണോ സമൂഹത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഭവങ്ങൾ നടക്കുന്നത്, അതിന്റെ അടുത്ത ഡിഗ്രിയിലുള്ള ഒരു അരങ്ങേറ്റമാണ് ഈ സീരിയലുകളിലൂടെ നടത്തുന്നത്. അതാണ് നമ്മുടെയൊക്കെ ബോധ മനസ്സിലേക്കും ഉപബോധ മനസ്സിലേക്കും അടിച്ചേൽപ്പിക്കുന്നത്. ഈ സിനിമ തന്നെ, ദൃശ്യം സിനിമ ഇറങ്ങിയതിന് ശേഷം അതിനെ അനുകരിച്ച് പല കൊലപാതകങ്ങളും നടന്നതും അതിന്റെ വാർത്തകളൊക്കെ കണ്ടു. അപ്പോ ദൃശ്യം സിനിമ മാത്രമല്ല, പല സിനിമകളും നമ്മുടെ തലമുറകളെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സീരിയൽ. ഇത് എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം സീരിയൽ കണ്ടില്ലെങ്കിൽ, സ്ഥിരം മദ്യപാനിയായിട്ടുള്ള ഒരാൾക്ക് ഒരു ദിവസം മദ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാകുമോ ആ ഒരവസ്ഥയിലാണ് സ്ത്രീകളും പുരുഷന്മാരും ചില കുട്ടികൾ പോലും. പിന്നെ പല വീടുകളിലും ഈ സ്ത്രീകളുടെ സീരിയൽ കാഴ്ച കൊണ്ട് പൊറുതി മുട്ടി കേബിൾ കണക്ഷൻ വിട്ടവരും ഡിഷൂരി മാറ്റിയവരും വരെയൊക്കെയുണ്ട്. പക്ഷെ എന്നാലും ഫോണിനെ ആശ്രയിച്ച് ഇത്തരം സ്ത്രീകൾ സീരിയൽ കാണുന്നത് തുടരുകയാണ്. എല്ലാവർക്കും സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാതെ, സ്വന്തം പ്രശ്നങ്ങൾ നോക്കാതെ ആ സീരിയലിലെ അടുത്ത എപ്പിസോഡിൽ എന്താകും, അവരുടെയൊക്കെ ജീവിതം എന്താകും, ബന്ധങ്ങൾ എന്താകും എന്നറിയാനുള്ള വല്ലാത്തൊരു ആകാംക്ഷ, അനാവശ്യമായിട്ടുള്ള ഒരു ആകാംക്ഷ, പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്ത, ഇതൊക്കെ പലപ്പോഴും ഈ സീരിയലിന് അഡിക്റ്റായി ഡിവോഴ്സ് ചെയ്യേണ്ട അവസ്ഥ വരെയൊക്കെ ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ പോയിന്റ്സിനോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുനഃസംപ്രേഷണം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, പുനഃസംപ്രേഷണം എന്ന് പറയുന്നത് ഒരു ചാനലിൻ്റെയും ഒരു സീരിയലിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ്. പിന്നെ ഇപ്പറഞ്ഞ അത്രയ്ക്ക് തന്നെ ഡേഞ്ചർ സിറ്റുവേഷൻ സത്യത്തിൽ നമ്മുടെ നാട്ടിലുണ്ടോ? എനിക്കറിയില്ല. ഒരുപക്ഷെ നമ്മൾ ഈ പഴയ കാലത്തൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അഡിക്ഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ കുറേയേറെ എല്ലാവരും മാറിയിട്ടുണ്ട്. സീരിയൽ എന്നല്ല, എല്ലാവർക്കും ഓരോ പുതിയ പുതിയ അട്രാക്റ്റഡ് ആയിട്ടുള്ള സാധനം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അഡിക്ഷൻ ഉണ്ടാവും. സീരിയലല്ല, ഇപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും അഡിക്റ്റഡ് ആയിട്ടുള്ളത്. സീരിയലിനെ ഒരു കല എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ പോരെ. അത്രയ്ക്ക് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ മദ്യത്തിൻ്റെ അത്ര പോലൊരു വിഷയമായിട്ടുള്ളൊരു സാധനം ഒന്നുമല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇവർ പറയുന്നൊരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ, ദൃശ്യം പോലുള്ള പല സിനിമകളും കണ്ടിട്ട് ഭയങ്കര നെഗറ്റീവായിട്ട് പലതും ഉണ്ടാവാറുണ്ട്. മറ്റേ കൊലപാതകം നടക്കാറുണ്ട്, അത് നടക്കാറുണ്ട്, ഇത് നടക്കാറുണ്ട്. വിവരമില്ലാത്ത പലരും മെച്ചോർഡ് മെച്ചോർഡ് അല്ലാതെ പലതും ചെയ്യുന്നതിന് സിനിമാക്കാരും സീരിയലുകാരും എന്ത് വിളിച്ചു സാർ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കട്ടച്ചോറ് കൊണ്ട് ജ്യൂസ് അടിച്ച സോഡ സർവത്ത് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കടയിൽ പോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് അമ്മ ഒരു കട്ടച്ചോറ് കൊണ്ട് ഒരു സോഡ സർവത്ത് അടിച്ചു തരുമെന്ന് പറയുമോ? ആരെങ്കിലും അത് ചെയ്യുമോ? വിവരമുള്ള ആരും ചെയ്യൂല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് വിവരമില്ലായ്മ കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ പേരിൽ സീരിയൽസ് നിരോധിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയും ഡേഞ്ചറസ് ആയിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില ആശയങ്ങൾ, ഈ പറഞ്ഞ പോലെ ചില ആശയങ്ങൾ അവരിൽ നിന്ന് വ്യത്യസ്തമാക്കേണ്ടതെന്നേ ഉള്ളൂ. കുറച്ച് ആശയങ്ങളൊന്ന് മാറ്റിയാൽ മതി. ബാക്കിയൊക്കെ അവരവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. പുതിയ 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 കൺസെപ്റ്റുകൾ കൊണ്ടുവരട്ടെ. ഇപ്പോൾ കുറച്ച് സീരിയൽസ് അത്യാവശ്യം, എനിക്കിപ്പോൾ ഒരു സമാധാനം എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഇപ്പോൾ നായികമാർ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് സീരിയൽസ് വരുന്നുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിൽ ക്വാളിറ്റി ഇല്ലാത്ത കുറച്ച് സീരിയൽസും ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല. എന്തിനും അതിൻ്റെതായിട്ടുള്ള മേന്മയും എന്താ പറയണ്ടേ ഗുണവും ദോഷവും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് സീരിയലിൻ്റെ കാര്യം. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിനെ ഭയങ്കരമായിട്ട് നിരോധിക്കേണ്ട ആവശ്യമില്ല. കാരണം സീരിയൽ അന്നമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ആ ഒരു മേഖലയിൽ നിലനിന്ന് പോകാൻ ഉള്ള അവസരം ഉണ്ടാക്കണം. ഓഡിയൻസ് അതിനെ അതായത് അതിനൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്നൊരു ഓഡിയൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സീരിയൽസ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇത്രയും കലാകാരന്മാരെ വളരെയധികം റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര സീരിയൽ ഭയങ്കര നെഗറ്റീവാണ് അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ചില ആശയങ്ങൾ ഒന്ന് ഡിഫറെൻ്റ് ആക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ സീരിയൽ കാണുന്നതേ മോശമാണ്, അത് ഭയങ്കരമായിട്ട് ഒരു കുടുംബത്തെ നശിപ്പിക്കും, അങ്ങനെയൊന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും വീട്ടിൽ പത്രം വരുന്നുണ്ടെങ്കിൽ പോലും വായനയെ മാറ്റിവെക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അത് പഴയ ആളുകളാണെങ്കിലും പണ്ടൊക്കെ പത്രവും ബുക്കുകളും ഒക്കെ വായിച്ചുകൊണ്ടിരുന്ന ആളുകൾ പോലും ഒരു സ്ക്രീനിലേക്ക് ഒതുങ്ങുകയാണ്. അവർക്ക് ഫോൺ ഉണ്ടെങ്കിൽ മറ്റൊന്നും നോക്കണ്ട, വായിക്കാൻ പോലും മറന്നു പോകുകയാണ്, മലയാളം എഴുതാൻ പോലും മറന്നു പോവുകയാണ്, ഒരാളുടെ ഫോൺ നമ്പർ പോലും ഓർത്തു വെക്കാനുള്ള മെമ്മറി നമുക്ക് ഇല്ലാതാവുകയാണ്. ഇതിനൊക്കെ നമുക്ക് നമ്മുടെ സ്ക്രീൻ അല്ലെങ്കിൽ നമ്മുടെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മളെ കൂടുതൽ ഈസി ആയിട്ട് ജീവിക്കാൻ സഹായിക്കുന്നുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് വേണ്ട വിധം ഉപയോഗിച്ചില്ലെങ്കിൽ, അതിന്റെ പരിധിക്കുള്ളിൽ അതിനെ നിർത്തിയില്ലെങ്കിൽ, നമ്മളെ വിഴുങ്ങത്തക്ക രീതിയിൽ അതിനെ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ സമൂഹത്തിന്റെയും വ്യക്തികളുടെയും ഒക്കെ നല്ല ശീലങ്ങളുടെ നാശത്തിലേക്ക് തന്നെ നയിക്കും, നമ്മുടെ ശാരീരിക നാശത്തിലേക്ക് നയിക്കും. അതിലൊന്നും സംശയമില്ല.
പണ്ട് കാലത്ത് ഇതുപോലെ ഞാൻ SGK സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് പുസ്തകങ്ങൾ വന്ന സമയത്തും ഇതുപോലെ അവനൊരു പുസ്തക പുഴുവാണ്, അവന് വേറെ ഒരു പണിയുമില്ല എന്ന് പറഞ്ഞ നാട്ടുകാരാണ്. അതിന് പുസ്തകങ്ങൾക്ക് ഭയങ്കര അഡിക്ഷനാണ് എന്ന് ഒക്കെ വിചാരിച്ച് വെച്ചിരുന്ന ആൾക്കാരാണ്. ഇക്കാലത്തല്ലേ വായന എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്, അത് മറക്കരുത് എന്ന രീതിയിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഇന്നത്തെ സ്ക്രീനും നാളത്തെ ഒരു സംസ്കാരമാവും. പിന്നെ വായിച്ച് തന്നെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അന്ന് ഈ പറഞ്ഞ പോലെ പത്രങ്ങളും മറ്റേ ലൈബ്രറിയിലെ ബുക്കുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് എല്ലാവർക്കും, അതായത് നമ്മുടെ രാജ്യത്തിലെ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ പറയുന്നവർക്ക് ഇത് ആലോചിക്കേണ്ടി വരുന്നില്ല, പക്ഷേ അതൊരു സത്യമാണ്. അതായത് ഞാനൊരു വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇവിടെ തുറന്നു പറയുന്നത് വെച്ചാൽ, തുറന്നു പറയേണ്ട ഒരു ആവശ്യം ഇവിടെ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് വന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊരു വിഷ്വലി ഇമ്പയർഡ് പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പണ്ടത്തെ ഈ പറഞ്ഞ പോലെ ലൈബ്രറി, പുസ്തകങ്ങൾ, പത്രം, അത് ഇതെന്നൊക്കെ പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആക്സസിബിൾ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ എന്താ പറയുക ഈ ഫോണും അല്ലെങ്കിൽ ഇതേപോലുള്ള ടെക്നോളജീസും എൻ്റെ വിഷ്വലി ഇമ്പയർഡിന് അല്ലെങ്കിൽ എൻ്റെ കാഴ്ചയെ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്നേ ഉള്ളൂ. ഈ ഫോണിലൂടെയാണ് എനിക്ക് ഒത്തിരി നോളജ് കിട്ടുന്നത്. അതാണ് എൻ്റെ കാഴ്ച. ഈ ഫോൺ എൻ്റെ എൻ്റെ ഒരു കാഴ്ചപരിമിതിയെ തന്നെ മറികടക്കാൻ ഈ ടെക്നോളജി കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സൗകര്യം തന്നെയാണ് വേണ്ടത്. ഇവിടെയാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ലൈബ്രറിയിലേക്ക് മടങ്ങൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വരില്ല. അതേ ഈ ലൈബ്രറിയുടെ കാലഘട്ടത്തിൽ നിന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവും, ഒരു വർഷം അല്ലെങ്കിൽ ഫോണേ ഇല്ലാത്ത സമയത്ത് ഇതുപോലെ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി എന്തോരം ആളുകളെ നമ്മൾ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടെന്നറിയോ. ഫോൺ കിട്ടിയ സമയത്ത് നമുക്ക് എന്തോരം ഹാപ്പിയാണ്. അപ്പോൾ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്. എനിക്കെന്നല്ല, എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ഇത് വലിയ ബ്ലെസ്സിങ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നാട് ഓടുമ്പോൾ നടുവേ ഓടണം, അല്ലെങ്കിൽ കാലത്തിന് അനുസരിച്ച് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മറ്റേതൊക്കെ ഒരു ഓൾഡ് വൈബാണ്. മറ്റേ സീരിയൽ കാണരുത്, നിരോധിക്കണം എന്നൊക്കെ പറയുന്നതും, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ നിരോധിക്കണം, സിനിമ കണ്ടാൽ മോശമാണ് എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഒരു ഓൾഡ് ചിന്തയാണ്. നമ്മുടെ ഒരു പ്രശ്നം ഇതാണ്, നിരോധിക്കേണ്ടതൊന്നും നിരോധിക്കൂല, പക്ഷേ എവിടെയോ കിടക്കുന്ന പാവം സാങ്കേതിക വിദ്യേനും പാവം സീരിയൽസിനും എടുത്ത് ഭയങ്കര കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മദ്യം നിരോധിക്കുന്നു പറഞ്ഞ് മദ്യം നിരോധിച്ചിട്ടുണ്ടോ? പോട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒത്തിരി ടോക്സിക് ആയിട്ടുള്ള കുറേ വീഡിയോസ് വരുന്നു. ഇപ്പോൾ മതത്തിനെ ഭയങ്കര കുറേ ആളുകൾ മതസ്പർദ്ധ വളർത്തുന്ന കുറേ വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും നിരോധിക്കാൻ ആർക്കും പറ്റൂല. മദ്യം വിഷയമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആർക്കും നിരോധിക്കാൻ പറ്റൂല. പാവപ്പെട്ട കലാകാരൻ്റെ സീരിയലും സിനിമയൊക്കെ നിങ്ങൾക്ക് നിരോധിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ വേറൊരു പോയിന്റ് കൂടി പറയുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഈ വീഡിയോക്കകത്ത് ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഭയങ്കര ലെങ്തി ആയി പോകുന്നുള്ളതുകൊണ്ടാണ്. അതായത് ഇവർ പറയുന്നുണ്ട്, സീരിയലുകളിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മഹാഭാരതം, രാമായണം, ഇതിനെയൊക്കെ അവരവരുടേതായിട്ടുള്ള ഒരു ഭാവനയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള ഭാവനയിലാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താണ് കുഴപ്പം? ഒരു സീരിയൽ ഉണ്ടാക്കുന്നതും ആ കഥയൊക്കെ അത് അവരവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആശയങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈകല്യത്തെ കളിയാക്കുന്നതിൽ സെൻസറിങ് വേണം. ഈ രണ്ട് ആശയങ്ങൾ മാത്രമാണ് എനിക്കുള്ളത്. ഈ പറഞ്ഞ പോലെ ഒരിക്കൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ആശാൻ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ, സീതയെ കോടതി കയറ്റണമെന്ന് നമ്മുടെ കുമാരനാശാൻ പറഞ്ഞിട്ടില്ലേ? അതുപോലെ ഒരുപാട് പേര് ഇപ്പം വില്ലൻ എന്ന് കരുതുന്ന രാവണനെ കഥാപാത്രമാക്കിയിട്ടില്ലേ? അതുപോലെ ചന്തുവിനെ നമ്മുടെ MT കഥാപാത്രമാക്കിയിട്ടില്ലേ? അങ്ങനെ അപ്പോൾ അതൊക്കെ ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അവനവൻ്റെ ഭാവനയിൽ നെയ്ത് കൂട്ടേണ്ടതാണ് അവൻ എങ്ങനെ ആ സാധനത്തിന് പടച്ചു വിടണമെന്നുള്ളത്. അപ്പോൾ അതിനൊന്നും ഈ പറഞ്ഞ പോലെ അതൊന്നും നിയന്ത്രിക്കാൻ സത്യത്തിൽ ഇവിടെ ആർക്കും അവകാശമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു കലാകാരിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ സീരിയൽ കാണുമെന്ന് വളരെ പ്രൗഡ്ലി തന്നെ പറയുന്നു. പണ്ടൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഈ സീരിയൽ കാണുന്നത് ഭയങ്കര മോശം പരിപാടിയാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. ഞാനൊരു കലാകാരിയാണ് എന്ന് വെച്ചാൽ ഡെയിലി സീരിയൽ കാണുന്നല്ല, പക്ഷേ എനിക്ക് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എൻ്റെ എല്ലാ സന്ദർഭങ്ങളും നമ്മൾ സീരിയൽ കാണാറുണ്ട്. അത് സീരിയലുകളിലാണെങ്കിലും സിനിമയാണെങ്കിലും ആ കലാകാരന്മാരോടുള്ള ഒരു റെസ്പെക്റ്റാണ്. പ്രത്യേകിച്ച് എനിക്കിഷ്ടം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അവരെ കൂടുതലായിട്ട് പണിയെടുക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നില്ല. എല്ലാവരും ഉണ്ട്, എന്നാലും കൂടുതലും ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഏറ്റവും
ഏറ്റവും കൂടുതൽ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ പറഞ്ഞ് സെറ്റാക്കേണ്ടത്. അപ്പോൾ അവരോടും ഒക്കെ ഒരു വലിയൊരു റെസ്പെക്റ്റ് തന്നെയാണ്. ആ ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെ ഞാൻ സീരിയൽ കാണുന്ന ഒരാളാണെന്ന് വളരെ പ്രൗഡ്ലി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത് നിരോധിക്കുക എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തൊക്കെ പറയാനുണ്ടായിരുന്നത് എനിക്കറിയില്ല. എനിവേ താങ്ക് യു. അപ്പോൾ ബൈ ബൈ. പിന്നെ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം കേട്ടോ. ടാറ്റാ.